അപ്പോസ്തലനാകുന്ന പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നു, എൻ്റെ പിൻപിലുള്ളത് മറന്ന് ഞാൻ ഓടുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, മറക്കുക. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ, കഴിഞ്ഞ നിമിഷം വരെയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പലതിനെയും ഞാൻ മറക്കുന്നു. എൻ്റെ സുവിശേഷ ഘോഷണത്തിൽ പലരിലൂടെയും എനിക്ക് ലഭിച്ച മുറിവുകൾ, പലരിൽ നിന്ന് വന്ന വേദനകൾ, ഒറ്റപ്പെടലുകൾ എല്ലാം ഞാനങ്ങ് എൻ്റെ ക്രിസ്തുയേശുവിനെ ഓർത്ത് ഞാനങ്ങ് മറക്കുകയാണ്. പൗലോസ് പറയുകയാണ്, മറക്കുക. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വിളിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ പലതിനെ നാം ഈ ദിവസങ്ങളിൽ ആത്മാവിൽ അങ്ങ് മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന വിരുദിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ പലതിനെയും ഈ ദിവസങ്ങളിൽ മനഃപൂർവ്വമായി മറന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾക്ക് കയറുവാൻ കഴിയൂ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് കയറുവാനും കഴിയുകയുള്ളൂ. ഇന്ന് ഈ നിമിഷം ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് നിങ്ങൾ വലിയവ പ്രതീക്ഷിക്കുന്നെങ്കിൽ ചില കാര്യങ്ങളെ നിങ്ങൾ പൗലോസ് പറഞ്ഞതുപോലെ മറക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ വന്നുപോയ എല്ലാ കയ്പിൻ്റെ അനുഭവങ്ങളും മറക്കുക. സഹോദരങ്ങളിൽ നിന്ന് വന്ന കയ്പിൻ്റെ അനുഭവങ്ങൾ, അവൻ കൂടെ നിന്നവർ കാലുവാരിയതിൽ നിന്നുള്ള കയ്പിൻ്റെ അനുഭവങ്ങൾ, വേദനകൾ, തിട്ടാനുഭവങ്ങൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മറക്കാൻ ശ്രമിക്കുക. തിരിഞ്ഞു നോക്കരുത്. ജീവിതത്തിൽ വന്നുപോയ ഒരു കാര്യങ്ങളും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, അതിനെ മറക്കുക. മുൻപിലേക്ക് വെച്ചിരിക്കുന്ന ആ പരമവിളിയുടെ ലാക്കിലേക്ക് ക്രിസ്തുവിനെ സ്നേഹിച്ച് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓടുക. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് ചിലതിനെയൊക്കെ മറക്കാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നടക്കുക. പലതിനെ മറന്നുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് കാല് ചവിട്ടുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.